ഹായ് ഓൾ, ഐബ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അതിലെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈമൺസ് റെയിൻ ഗേജ് ഈസ് എന്താണ്? സൈമൺസ് റെയിൻ ഗേജ് ഏത് ടൈപ്പിൽ വരുന്നതാണ്? ഓപ്ഷൻ എ ടിപ്പിംഗ് ബക്കറ്റ് ഗേജ്, ഓപ്ഷൻ ബി വെയിങ് ടൈപ്പ് ഗേജ്, ഓപ്ഷൻ സി ഫ്ലോട്ട് റെക്കോർഡിംഗ് ഗേജ്, ഓപ്ഷൻ ഡി നോൺ റെക്കോർഡിംഗ് ഗേജ്. അപ്പം നമുക്കറിയാം സൈമൺസ് എന്ന് പറയുന്നത് എന്താണ്? നോൺ റെക്കോർഡിംഗ് ടൈപ്പ് ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് വരിക. നോൺ റെക്കോർഡിംഗ് ഗേജിൽ വരുന്നതാണ് സൈമൺസ് റെയിൻ ഗേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ റെയിൻഫോൾ സൈക്കിൾ പീരീഡ് ഇൻ ഇന്ത്യ ഈസ് കോൾഡ്. ഇന്ത്യയിലെ റെയിൻഫോൾ സൈക്കിൾ പീരീഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 15 ഇയേഴ്സ്, ഓപ്ഷൻ ബി 20 ഇയേഴ്സ്, ഓപ്ഷൻ സി 30 ഇയേഴ്സ്, ഓപ്ഷൻ ഡി 35 ഇയേഴ്സ്. അപ്പോൾ റെയിൻ സൈക്കിൾ പീരീഡ് എന്നായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 35 ഇയേഴ്സ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് 35 ഇയേഴ്സ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ തെറ്റിപ്പോരുത്, നമ്മൾ 30 ഇയേഴ്സിൻ്റെ ഒക്കെ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഓർത്തിരിക്കുക. റെയിൻ സൈക്കിൾ പീരീഡ് എന്ന് പറയുന്നത്, റെയിൻഫോൾ സൈക്കിൾ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? 35 ഇയേഴ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റെയിൻഫോൾ ഓഫ് മോയ്സ്ചർ, റെയിൻഫോൾ അല്ല, അല്ലെങ്കിൽ ദ ഫോൾ ഓഫ് മോയ്സ്ചർ ഫ്രം അറ്റ്മോസ്ഫിയർ ടു ദ സർഫസ്, എർത്ത് സർഫസ് ഇൻ എനി ഫോം ഈസ് കോൾഡ്. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് ഏതെങ്കിലും ഒരു ഫോമിൽ എർത്തിൻ്റെ സർഫസിലേക്ക് വീഴുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രസിപ്പിറ്റേഷൻ, ഓപ്ഷൻ ബി ഇവാപ്പറേഷൻ, ഓപ്ഷൻ സി ട്രാൻസ്പിറേഷൻ, ഓപ്ഷൻ ഡി കണ്ടൻസേഷൻ. ഏതാണ് നമ്മുടെ ആൻസർ? മോയ്സ്ചർ കണ്ടൻറ്റ് ഏതെങ്കിലും ഒരു ഫോമിൽ അറ്റ്മോസ്ഫിയറിൽ നിന്നും എർത്തിൻ്റെ സർഫസിലേക്ക് വീഴുകയാണെങ്കിൽ നമ്മളതിനെ പ്രസിപ്പിറ്റേഷൻ, അത് സ്നോ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ റെയിൻഫോൾ ആയിരിക്കാം അല്ലേ? അപ്പോൾ അതിനെ പറയുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രസിപ്പിറ്റേഷൻ. ഏതാണേലും അത് പ്രസിപ്പിറ്റേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ കനാൽ അലൈൻഡ് നിയർലി പാരലൽ ടു ദ കോണ്ടൂർസ് ഓഫ് ദ കൺട്രി ഈസ് നോൺ ആസ്. ഇപ്പോൾ കോണ്ടൂർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? ഒരേ എലിവേഷനുള്ള പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോണ്ടൂർ. അപ്പോൾ ഈ കോണ്ടൂറിന് പാരലലായിട്ട് നമ്മളൊരു കനാൽ അലൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ സൈഡ് സ്ലോപ്പ് കനാൽ, ഓപ്ഷൻ ബി വാട്ടർഷെഡ് കനാൽ, ഓപ്ഷൻ സി കോണ്ടൂർ കനാൽ, ഓപ്ഷൻ ഡി റിഡ്ജ് കനാൽ. ഓക്കെ, അപ്പോൾ ഇതിലെ ആൻസർ ഏതാണ്? കോണ്ടൂർ കനാൽ എന്നാണ് വിളിക്കുക. നമ്മൾ കോണ്ടൂറിന് പാരലായിട്ടാണ് കനാൽ വരുന്നതെങ്കിൽ അത് കോണ്ടൂർ കനാലാണ്. അതുപോലെ വാട്ടർഷെഡ് കനാലും റിഡ്ജ് കനാലും ഒന്ന് തന്നെയാണ്, മറ്റൊരു പേരാണ് എന്ന് മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A solid construction put across the river to raise its water level and divert into the canal is known as. അതിനെ നമ്മൾ എന്താ വിളിക്കുക? നമ്മളൊരു സോളിഡ് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നു. എവിടെയാണ്? റിവറിന് അക്രോസ് ആയിട്ട്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ വാട്ടർ ലെവല് ഉയർത്തണം. വാട്ടർ ലെവൽ ഉയർത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സോളിഡ് കൺസ്ട്രക്ഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഉയർത്തിയിട്ട് എന്താ ചെയ്യുക? ഈ വെള്ളം എങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യും? നമ്മുടെ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടണം. അപ്പം അതിനുവേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓപ്ഷൻ എ മാർജിനൽ ബണ്ട്, ഓപ്ഷൻ ബി വിയർ, ഓപ്ഷൻ സി ഡാം, ഓപ്ഷൻ ഡി ബറാജ്. ഏതാണ് നമ്മൾ വിളിക്കുക? വിയർ എന്നാണ് വിളിക്കുക അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ. വെള്ളത്തിൻ്റെ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ എ ആഡിങ് ആലം, ഓപ്ഷൻ ബി ആഡിങ് ലൈം, ഓപ്ഷൻ സി ബോയിലിംഗ്, ഓപ്ഷൻ ഡി സിയോലൈറ്റ് പ്രോസസ്സ്. അപ്പോൾ ഏതാണ്? പെർമനൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സിയോലൈറ്റ് പ്രോസസ്സ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം പെർമിസിബിൾ ക്ലോറൈഡ് കണ്ടന്റ് ഇൻ ട്രീറ്റഡ് വാട്ടർ ഓഫ് പബ്ലിക് വാട്ടർ സപ്ലൈസ് ഷുഡ് നോട്ട് എക്സീഡ്. അപ്പോൾ ഇതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് വാല്യൂസ് നമ്മൾ പഠിക്കുന്നുണ്ട്. കുറേ ക്ലോറൈഡ് പോലെ പല മെറ്റീരിയൽസിന് നമുക്ക് സ്റ്റാൻഡേർഡ് ലിമിറ്റ് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോത്തിനും ഓരോ ലിമിറ്റ് ഉണ്ടല്ലേ? ഇപ്പോൾ ക്ലോറൈഡ് എന്ന് പറയുന്നത് മാക്സിമം എത്ര വരെ പോകാം, അല്ലെങ്കിൽ ഇത്ര വാല്യൂവിനെക്കാട്ടി കുറവാവാൻ പാടില്ല. ഓപ്ഷൻ എ 5 ppm, ഓപ്ഷൻ ബി 100 ppm, ഓപ്ഷൻ സി 250 ppm, ഓപ്ഷൻ ഡി 150 ppm. എത്രയാണ് പറയുക? ക്ലോറൈഡ് കണ്ടന്റ് എന്ന് പറയുന്നത് 250 ppmനെക്കാട്ടിൽ കൂടാനായിട്ട് പാടില്ല. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ റാപ്പിഡ് സാൻഡ് ഫിൽട്ടർ എയർ ബൈൻഡിങ് ഈസ് കോസ്ഡ് ഡ്യൂ ടു എക്സസീവ്. അപ്പം മെയിനായിട്ടൊരു പ്രശ്നമാണ് റാപ്പിഡ് സാൻഡ് ഫിൽട്ടറിലെ എയർ ബൈൻഡിങ് എന്ന പ്രശ്നം. ഇത് എന്ത് കാരണമാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ നെഗറ്റീവ് പ്രഷർ, ഓപ്ഷൻ ബി പ്രഷർ, ഓപ്ഷൻ സി വാട്ടർ പ്രഷർ, ഓപ്ഷൻ ഡി ടർബിഡിറ്റി.
അപ്പം മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രഷർ കുറവാകുന്ന സമയത്ത് അല്ലെങ്കിൽ സീറോയിനെക്കാട്ടിൽ കുറവ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ ആവുന്ന സമയത്താണ് എയർ ബൈൻഡിങ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ എയർ ബൈൻഡിങ് ഉണ്ടാകാനുള്ള ഡിഫറെൻറ്റ് കാരണങ്ങളുണ്ട്. അപ്പോൾ മെയിൻ എന്താണ്, നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ എയർ ബൈൻഡിങ് ഉണ്ടാകുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്യാസ് വിച്ച് മേ കോസ് എക്സ്പ്ലോഷൻ ഇൻ സിവേഴ്സ്. സിവറിൽ മെയിനായിട്ട് എക്സ്പ്ലോഷൻ ഉണ്ടാവാനുള്ള ഏത് ഗ്യാസ് കാരണമാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ ബി മീതെയിൻ, ഓപ്ഷൻ സി അമോണിയ, ഓപ്ഷൻ ഡി കാർബൺ മോണോക്സൈഡ്. അപ്പോൾ ഏതാണ് മെയിനായിട്ട് എക്സ്പ്ലോഷൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് മീതെയിൻ ആണ്. ഓപ്ഷൻ ബി ആണ് മീതെയിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റിമൂവൽ ഓഫ് ഓയിൽ ആൻഡ് ഗ്രീസ് ഫ്രം സീവേജ് ഈസ് നോൺ ആസ്. സീവേജിൽ നിന്ന് നമ്മുടെ ഓയിലും അതുപോലെ തന്നെ ഗ്രീസും റിമൂവ് ചെയ്യുന്നതിനെ എന്താണ് വിളിക്കുക? ഓപ്ഷൻ എ സ്ക്രീനിങ്, ഓപ്ഷൻ ബി സ്കിമ്മിങ്, ഓപ്ഷൻ സി ഫിൽട്രേഷൻ, ഓപ്ഷൻ ഡി ഓക്സിഡേഷൻ. അപ്പോൾ ഈ ഓയിലും ഗ്രീസും ഒക്കെ റിമൂവ് ചെയ്യുന്നതിന് പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കിമ്മിങ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, സ്കിമ്മിങ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സർജ് ടാങ്ക്സ് ആർ യൂസ്ഡ് ടു. നമുക്കറിയാം നമ്മുടെ എന്താണ് ഡാംസിൻ്റെയൊക്കെ പെൻസ്റ്റോക്കിൻ്റെ ഇതിലായിട്ട് സർജ് ടാങ്ക്സ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? സോ ഫോർ സ്റ്റോറിങ് ഓഫ് വാട്ടർ, ഓപ്ഷൻ ബി ടു ഇൻക്രീസ് ദ വെലോസിറ്റി ഇൻ എ പൈപ്പ് ലൈൻ, ഓപ്ഷൻ സി ആസ് ഓവർഫ്ലോ വാൽവ്സ്, ഓപ്ഷൻ ഡി ടു ഗാർഡ് എഗനിസ്റ്റ് വാട്ടർ ഹാമർ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള സർജ് ടാങ്കിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർജ് ടാങ്ക്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗാർഡ് എഗനിസ്റ്റ്, ടു ഗാർഡ് എഗനിസ്റ്റ് എന്താണ് വാട്ടർ ഹാമറാണ് അല്ലേ. പെട്ടെന്ന് ഈ വാട്ടറിൻ്റെ ഫ്ലക്ച്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിനെ അവിടെ സ്റ്റോർ ചെയ്യപ്പെടാനും അതുപോലെ തന്നെ ഈ വാട്ടർ ഹാമർ ആക്ഷൻ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സർജ് ടാങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെവൽ ഓഫ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ഈസ് കോൾഡ്. അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവലിനെ നമ്മൾ എന്താ വിളിക്കുക? ഓപ്ഷൻ എ വാട്ടർ ലെവൽ, ഓപ്ഷൻ ബി വാട്ടർ ടേബിൾ, ഓപ്ഷൻ സി നെഗറ്റീവ് ലെവൽ, ഓപ്ഷൻ ഡി ഇൻവേർട്ട് ലെവൽ. അപ്പോൾ ഈ ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിംപ്ലി എന്താണ്? വാട്ടർ ടേബിൾ എന്നാണ്. ഓപ്ഷൻ ബി വാട്ടർ ടേബിൾ. ഓക്കെ, അടുത്തത്. ടാലസ് ഈസ് ദ സോയിൽ ട്രാൻസ്പോർട്ടഡ് ബൈ. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് ട്രാൻസ്പോർട്ടിങ് ഏജൻസ് പഠിക്കാറുണ്ട്. അതിൽ ടാലസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സോയിലിനെ ആര് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്? ഓപ്ഷൻ എ വിൻഡ്, ഓപ്ഷൻ ബി വാട്ടർ, ഓപ്ഷൻ സി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഓപ്ഷൻ ഡി ഗ്ലേസിയർ. ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന സോയിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ മിനിമം സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് സിൽട്ട് സോയിൽ ഈസ്. സിൽട്ട് സോയിലിൻ്റെ മിനിമം സൈസ് എന്ന് പറയുന്നത്, മിനിമം സൈസ് ഓഫ് പാർട്ടിക്കിൾ ഓഫ് സിൽട്ട് സോയിൽ ഈസ് എത്രയാണ്? സിൽട്ട് സോയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലും ചെറിയ പാർട്ടിക്കിൾ വരുന്നതാണ് ക്ലേ. അപ്പോൾ ക്ലേയുടെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് തന്നെയാണ് സിൽറ്റിൻ്റെ മിനിമം സൈസ്. അപ്പോൾ അതിൻ്റെ എത്രയാണ് വരിക? 0.002 mm ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ എ 0.002 mm ആണ് കറക്റ്റ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ പോർഷൻ ഓഫ് റോഡ് സർഫസ് യൂസ്ഡ് ഫോർ വെഹിക്കുലർ ട്രാഫിക് ഒൺലി ഈസ് നോൺ ആസ്. വെഹിക്കുലർ ട്രാഫിക്കിന് വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഓഫ് റോഡ് സർഫസിനെ നമ്മൾ എന്താ വിളിക്കുക? ഓപ്ഷൻ എ പെർമനൻറ്റ് വേ, ഓപ്ഷൻ ബി കാരേജ് വേ, ഓപ്ഷൻ സി ഷോൾഡർ, ഓപ്ഷൻ ഡി എക്സ്പ്രസ് വേ. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? കാരേജ് വേ അല്ലേ? കാരേജ് വേ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, കാരേജ് വേ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.